Hi everyone, welcome to Disha Academy. എൻ്റെ പേര് ഐശ്വര്യ. സോ നമ്മുടെ NDPC നോട്ടിഫിക്കേഷൻ വന്ന സമയം മുതൽ NDPCയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കണ്ടന്റ് നമ്മൾ ചെയ്താലും അതിൻ്റെ താഴെയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു കമൻ്റാണ് OBC NCL സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് പറയാമോ എന്നുള്ളത്. അതായത് OBC NCL സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അത് അക്ഷയ വഴി അപ്ലൈ ചെയ്തത് മതിയോ, അതോ നമ്മൾ തഹസിൽദാരുടെ അടുത്ത് പോയി ഡയറക്റ്റ് വാങ്ങിക്കണോ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഡൗട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ OBC കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് NCL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഈ OBCയുടെ ആനുകൂല്യങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ OBC NCL സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങാറുണ്ട്. ഇനി സെൻട്രൽ ഗവൺമെൻറ് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് തഹസിൽദാറുടേതാണ് വേണ്ടത്. ഓക്കെ, നോർമലി നമ്മളൊരു അക്ഷയയിൽ പോയി അപ്ലൈ ചെയ്യുമ്പം നമ്മൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ OBC NCL സർട്ടിഫിക്കറ്റാണ് കിട്ടുക. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടായതുകൊണ്ട് നമുക്ക് എന്ത് വേണം, തഹസിൽദാരുടെ സിഗ്നേച്ചറുള്ള OBC NCL സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ നിങ്ങൾ അക്ഷയയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരോട് ജസ്റ്റ് പറയുക, എനിക്കിതുപോലെ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് അപ്ലൈ ചെയ്യാനാണ് എന്ന് പറയുക. അപ്പോൾ സെൻട്രലിൻ്റെ തഹസിൽദാരുടെ ഡിജിറ്റൽ സൈനുള്ള OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അക്ഷയ വഴി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ OBC NCL സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതായത് ആദ്യം തന്നെ വേണ്ടത് നിങ്ങളുടെ റേഷൻ കാർഡ് വേണം, SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ആവശ്യമുണ്ട്, നിങ്ങളുടെ അമ്മയുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ അച്ഛൻ്റെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. ഇനി ഇവരിൽ ആർക്കെങ്കിലും SSLC ഇല്ല അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെയുള്ള എഡ്യൂക്കേഷൻ ഇല്ല, ഇടയ്ക്ക് വെച്ച് സ്കൂൾ നിർത്തിയതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ എപ്പം 5ാം ക്ലാസ്സിൽ നിന്നാണ് നിർത്തിയതെങ്കിൽ, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ നിന്നാണ് നിർത്തിയത്, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ നിന്നാണ് നിർത്തിയത്, അല്ലെങ്കിൽ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, എന്തായാലും ഇവർക്കൊരു സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് കാണും, അതായത് TC വാങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ TC നിങ്ങൾ കൊണ്ടുപോയാൽ മതി. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്ന സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്നില്ല, അവരുടെ അവസാനമായിട്ട് പഠിച്ച സ്കൂളിൽ നിന്ന് സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, 10ാം ക്ലാസ് ഇല്ലാത്ത പാരൻസ് ആണെങ്കിൽ അവരുടെ സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് വേണം, അമ്മയുടേത് വേണം, അച്ഛൻ്റെത് വേണം. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് റേഷൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ വയ്ക്കുക. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് വേണം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഏതെങ്കിലും അക്ഷയ വഴി OBC NCL സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. 3 മുതൽ 7 ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് ഈ OBC NCL സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്താൽ കിട്ടും. നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, കാരണം നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് NDPC എക്സാംസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി രണ്ടാമത് വരുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾ RRB NDPCയുടെ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ഫോർമാറ്റ് കാണും. അപ്പോൾ ഈ ഫോർമാറ്റിൽ തന്നെയാണോ കൊടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഞാൻ ഒരുപാട് ജോലി കിട്ടിയ എൻ്റെ ഫ്രണ്ട്സിനോട്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചിട്ട് അവരിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റലി സൈൻഡ് ആയിട്ടുള്ള OBC NCL സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റേ ഉള്ളൂ. തഹസിൽദാരുടെ അടുത്ത് പോയി റെയിൽവേയിൽ നിന്ന് പറയുന്ന അതേ ഫോർമാറ്റിൽ എഴുതി വാങ്ങിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ജോലി തരാതിരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ എഗെയിൻ നമ്മൾ പല സോണിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പം അവിടെ പോയിട്ട് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് അവർ അവെയർ അല്ല, അല്ലെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്, അവരിപ്പോൾ തർക്കിക്കുവാണ് നിങ്ങൾ മറ്റേ ഫോർമാറ്റിലുള്ളത് തന്നെ വേണം, അങ്ങനെ തർക്കിക്കുവാണെങ്കിൽ നമ്മളും അവരോട് തിരിച്ച് സംസാരിച്ച് ഇത് ക്ലിയർ ചെയ്യേണ്ടി വരും. മനസ്സിലായി? നിങ്ങൾ ജോലി പോകത്തില്ല, പക്ഷേ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ OBC NCL സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾ എന്ത്
ചെയ്യുക, നിർബന്ധമായിട്ടും അക്ഷയ വഴി ഉള്ള സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുക. അത് പെട്ടെന്ന് തന്നെ കിട്ടും, അത് നിങ്ങൾ വാങ്ങി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അവിടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ രണ്ടാമത് ഒരു OBC NCL സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ വാങ്ങേണ്ടി വരും. കാരണം OBC NCL സർട്ടിഫിക്കറ്റിന് 1 വർഷമേ വാലിഡിറ്റി ഉള്ളൂ. ലൈക്ക് ആക്ച്വലി 3 വർഷം വരെ ഉപയോഗിക്കാമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇത്തരം എക്സാമുകൾക്ക് നമ്മൾ എപ്പോഴും പോകുമ്പോൾ ജസ്റ്റ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് 1 വർഷം മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് എപ്പോഴും പോവാറ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പോകുമ്പോൾ അപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് DVയുടെ സമയമാകുമ്പോൾ എന്തായാലും ഈ 1 വർഷം നാച്ചുറലി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം 2 ടയർ എക്സാം കഴിയണം, പിന്നെയാണ് DV നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും 1 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? രണ്ടാമത് അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു OBC NCL സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ കൊണ്ടുപോവേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾക്ക് രണ്ടാമത് ഒന്ന് അക്ഷയ വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു OBC NCL സർട്ടിഫിക്കറ്റും കൂടെ കിട്ടും. ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള സർട്ടിഫിക്കറ്റും ആ സമയത്ത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും, അതായത് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞാണ് നമുക്ക് ജോലി കിട്ടുന്നതെങ്കിൽ ആ 2 വർഷം കഴിഞ്ഞുള്ള ആ നമ്മൾ DVക്ക് പോകുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഇപ്പോൾ എടുത്ത സർട്ടിഫിക്കറ്റ് നമ്മൾ DV അറിഞ്ഞു കഴിയുമ്പോൾ എടുത്ത സർട്ടിഫിക്കറ്റ്, ഈ 2 സർട്ടിഫിക്കറ്റും കൊണ്ട് വേണം നമ്മൾ DVക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ചിലപ്പം കേരളത്തിൽ തന്നെ ആയിരിക്കത്തില്ല, ട്രിവാൻഡ്രം സോൺ ആയിരിക്കത്തില്ല, ചിലപ്പോൾ ബാംഗ്ലൂർ ആയിരിക്കും, അഹമ്മദാബാദ് ആയിരിക്കും, ഏതെങ്കിലും സോൺ ആയിരിക്കും. അപ്പം അവിടെ നിന്ന് നിങ്ങൾക്കൊരു പോസിബിൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരു പോസിബിൾ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഫോർമാറ്റിൽ എഴുതി മേടിക്കാം. അതിനും എന്താണ് ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ പറയാം. അതായത് നിങ്ങൾ ആദ്യം ജനറലി ആരായാലും ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമ്മുടെ അക്ഷയയിൽ പോകുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ OBC സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നു, അത് വാങ്ങുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയിൽവേയുടെ ഫോർമാറ്റിൽ തന്നെ വേണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സർട്ടിഫിക്കറ്റും, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അക്ഷയ വഴി കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആ സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ വെച്ച ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ SLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി, ഇതിൻ്റെ കൂടെ നിങ്ങളൊരു റിക്വസ്റ്റും കൂടെ എഴുതുക. ഒരു റിക്വസ്റ്റും കൂടെ എഴുതിയിട്ട് നേരെ നിങ്ങൾ ഏത് വില്ലേജിലാണോ ആ വില്ലേജിൽ ഡയറക്റ്റ് പോവുക. വില്ലേജിൽ ഡയറക്റ്റ് പോകുമ്പോൾ അവർ നിങ്ങൾക്കൊരു ഫോം തരും ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഫോമും ഫില്ല് ചെയ്ത് കൊടുത്ത് ഒരു റിക്വസ്റ്റും എഴുതി കൊടുക്കുക. ഇതുപോലെ ഞാൻ റെയിൽവേ എക്സാമിന് പോവുകയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരുടെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലുള്ള OBC NCL സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞ് ഒരു റിക്വസ്റ്റ് എഴുതി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനിലുള്ള ഇപ്പോഴത്തെ ഫോർമാറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കോപ്പിയും കൂടെ എടുത്ത് അറ്റാച്ച് ചെയ്ത് വില്ലേജ് ഓഫീസറിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അവരിതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് താലൂക്ക് ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്ത് തരും. അപ്പോൾ ഈ താലൂക്ക് ഓഫീസിലേക്ക് ഫോർവേഡഡ് എന്നും പറഞ്ഞ് ഫോർവേഡഡ് ഫോർ RRB NTPC എക്സാംസ് എന്നും പറഞ്ഞ് വില്ലേജ് ഓഫീസർ സൈഡിൽ ഒരു റിപ്പോർട്ട് പോലെ എഴുതി തരും. ഓക്കെ, അപ്പോൾ ആ വില്ലേജ് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതും കൊണ്ട് നിങ്ങളുടെ റെസ്പെക്റ്റീവ് താലൂക്ക് എവിടെയാണോ അവിടെ ഡയറക്റ്റ് പോവാം. അവിടെ ഡയറക്റ്റ് പോയിട്ട് അവരോട് ഇതുപോലെ എനിക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഞാൻ എക്സാമിന് എനിക്ക് DV ആയി അതിന് പോകാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ ഈ ഡോക്യുമെൻറ്റ്സ് വാങ്ങി വെച്ചിട്ട് ഒരു ഡേറ്റ് തരും, 2-3 ദിവസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ സാധനം അവർ ഫില്ല് ചെയ്ത് നമ്മൾ കൊടുത്ത ഫോം ഉണ്ടല്ലോ, പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്ത ഫോം, നമ്മുടെ ഫോർമാറ്റിലുള്ള ഫോം, അതവർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതും കൂടെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് DVക്ക് പോകാം. അത് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. ലൈക്ക് എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഡിജിറ്റലി സൈൻഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റൂൾസ് പ്രകാരം അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അക്ഷയയുടേത് മാത്രം മതി. തൽക്കാലം അപ്ലൈ ചെയ്യുന്നവർ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അത് തന്നെ വാങ്ങി അപ്ലൈ ചെയ്താലും മതി. നിങ്ങൾക്ക് ഫോർമാറ്റ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം അക്ഷയ വഴി അപ്ലൈ ചെയ്യുക, സർട്ടിഫിക്കറ്റ് വാങ്ങുക, അതും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച ഡോക്യുമെൻറ്റ്സും കൊണ്ട് വില്ലേജ് ഓഫീസിൽ പോവുക, അവിടെ റിക്വസ്റ്റ് എഴുതി കൊടുക്കുക, അവിടെ നിന്ന് ആ റിക്വസ്റ്റ് അവരൊരു റിപ്പോർട്ട് തരും. ആ റിപ്പോർട്ട് നേരെ വാങ്ങിച്ചുകൊണ്ട് തഹസിൽദാരുടെ താലൂക്ക് ഓഫീസിൽ പോവുക, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ OBC NCL സർട്ടിഫിക്കറ്റ് ആ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ എന്തായാലും എന്ത് ചെയ്യുക, അക്ഷയ വഴി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു OBC NCL സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക. ബാക്കി DV വരുമ്പോഴല്ലേ ആ സമയത്ത് നിങ്ങൾക്ക് അപ്പോഴത്തെ നിങ്ങളുടെ എന്താ പറയുക മെൻറ്റാലിറ്റി എന്താണോ അതനുസരിച്ച് ഇത് എന്തായാലും വേണം, അതായത് അക്ഷയ വഴി കിട്ടുന്ന എന്തായാലും വേണം. മറ്റേത് നിങ്ങൾക്കൊരു പോസിബിൾ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്
വേണമെങ്കിൽ കൈ കരുതാം. അത് കൊണ്ടുപോയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഒരു സംസാരം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് OBC NCR സർട്ടിഫിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അത് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നോക്കാം. സോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ബൈ.